അനീഷ്, സാധാരണഗതി ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ നൃത്തം ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിലും അല്ലാതെയും എല്ലാം ഈ പാട്ട് വരുമ്പോൾ മൊത്തത്തിൽ ഡയാനയുടെ ഒരു കൊറിയോഗ്രാഫിയും ഈ വരുന്ന ആള് തുടക്കത്തിൽ തന്നെ അതിനൊപ്പം എത്താൻ പറ്റാതെ പാടുപെടുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. ഇത്തവണ ഉണ്ടല്ലോ പെട്ടെന്നൊരു ട്വിസ്റ്റ് ആയിരുന്നു. അനീഷ് കേറി പൊളിക്കാൻ ചില ഇങ്ങനെ എന്തോ ഒരു ഒരു സ്റ്റെപ്പ്, അത് രണ്ടുപേരും കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് എനിക്ക് പറ്റുന്ന സ്റ്റെപ്പാണെന്ന് ഒന്നുകൂടെ കാണിച്ച്. ചുരുക്കി പറഞ്ഞാൽ ഡയാന എന്ന് പറയുന്ന വൻമരം വീണു, പകരം അനീഷ്. അതെ, കോമഡി ആയിട്ടില്ലെങ്കിൽ ഡാൻസിലൊക്കെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സ്റ്റെപ്പ്. ആങ്കറിങ് ഏറ്റില്ലെങ്കിൽ പിടിച്ചു നിൽക്കാന്നും പറഞ്ഞാൽ ഡയാന ചെയ്തോണ്ടിരിക്കും. ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കും. എനിക്ക് മുഖം ഒന്ന് കാണുന്നുണ്ട്. അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിളിക്കും, അനിഷ നീ ഇപ്പം മുന്നോട്ട് നോക്കിയിരിക്കുകയാണോ പിന്നോട്ട് നോക്കിയിരിക്കുകയാണോ, ആളെ മനസ്സിലാകുന്നില്ല. എത്ര കാലമായി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. നമസ്കാരം. 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 എൻ്റെ പേര് അനീഷ് അരമങ്ങാനം, കാസർഗോഡ് നിന്ന് വരുന്നത്. കാസർഗോഡ് അറിയാമല്ലോ, ഇപ്പോൾ പഴയ പോലെയല്ല, കാസർഗോഡ് ഭാഷ എല്ലാവർക്കും സുപരിചിതമാണ്. അതെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇങ്ങനെ TV പരിപാടി, സിനിമ, ഓഡീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാണ്, വീട്ടുകാർക്കാണ് കൊടുക്കാത്ത സ്നേഹവും. എൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാജഡി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ കഥ പറയാം. ഇതെൻ്റെ കഥയല്ല, കൂട്ടുകാരൻ്റെ കഥയാണ്. അപ്പോൾ അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ട കാര്യം, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു കാര്യം. ഒരു ദിവസം രാവിലെ ഞങ്ങൾ 6 മണിക്ക് കളിക്കാൻ പോകും. ഇവർ രാവിലെ 6 മണിക്ക് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കും. ഞാൻ ചോദിച്ചാൽ എന്താ ഈ മാസ്ക് ഇട്ട് കളിക്കാൻ വന്നേ? ഒന്നുമില്ല, മാസ്ക് ഇട്ട് കളിക്കാൻ വന്നത്. സൗണ്ട് വേറെ സൗണ്ടാണ്. ഞാൻ എന്ത് കാര്യം, നീ മാസ്ക് കഴിച്ചേ? മാസ്ക് കഴിക്കുമ്പോഴത്തേക്ക് ഈ മഴത്തുള്ളി കേൾക്കുന്ന സിനിമയിൽ കുതിരയെ നമ്മളെ കൊച്ചേണി സാറ് കിസ് ചെയ്തിട്ട് ലിപ്പൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കും, ആ രൂപത്തിൽ. ഞാൻ ഇതെന്ത് പറ്റി? അത് ഇന്നലെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒന്ന് പുറത്തു പോയതാണ്. ഗേൾ ഫ്രണ്ടായിട്ട് പുറത്തു പോയാൽ എന്താ കുഴപ്പം? ഒരു ലിപ് ലോക്ക് അടിച്ച്. ഞാൻ ലിപ് ലോക്ക് അടിക്കുക ഇത്ര സുഖമുള്ള പരിപാടിയല്ലേ ഇതിങ്ങനെ? കൊറോണ അല്ലേ, രാത്രി ഒന്ന് സാനിറ്റൈസർ വെച്ച് കിടന്നതാണ്. അത്രയ്ക്ക്, അതായത് കൊറോണ അത്രയ്ക്ക് പേടിയും അത്രയ്ക്ക് കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഈ കൊറോണയുടെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം രാവിലെ ഇതുപോലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുക, അതായത് വിഷുവിന് രാവിലെ അമ്പലത്തിൽ പോകാൻ വരും. ഇവൻ മാസ്ക് തിരിച്ചിട്ട് വന്നിരിക്കുന്നു. ഞാൻ എത്ര മാസ്ക് തിരിച്ചിട്ട് വരും? നീ ഓരോ ദിവസം ഓരോ പരിപാടിയാണല്ലോ. ഇല്ലടാ, അലക്കിയില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട്. കൊറോണ വരാതിരിക്കാൻ വേണ്ടി ഇന്നലെ ഉപയോഗിച്ച സാധനം ഇന്ന് ഉപയോഗിക്കരുത്, തിരിച്ചിട്ട് വരരുത് അലക്കിയ സാധനം. പിന്നെ ഇതിലും പോലെ ഞാൻ അലക്കാണ്ട് തിരിച്ചിടും, പിന്നെയാണ് ഈ മാസ്ക്. അല്ല, അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അത് വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാസ്ക് ഉണ്ടല്ലോ, സാധാരണ N95 എന്നൊക്കെ എഴുതിയ സാധാരണ മുന്നോട്ടിരിക്കുന്ന മാസ്ക്. നമ്മൾ കഴിക്കുമ്പോൾ താഴത്തേക്കാണല്ലോ വയ്ക്കുന്നത്. ഇതൊരു പുള്ളി മോളിലേക്ക് വെച്ചിട്ട്, ഞാൻ ആ ചേർത്തല ഇന്ത്യൻ കോഫി ഇരുന്ന് കഴിക്കുമ്പോൾ ഈ പുള്ളി ഇത് കഴിച്ചിട്ട്, വെള്ള ഷർട്ടാ പുള്ളി, ഇതിട്ടിട്ട് കഴിപ്പ് കഴിഞ്ഞ് പുള്ളി കൈ കഴുകാൻ പോയപ്പോൾ വേറെ തിന്നോണ്ടിരുന്ന ഒരാൾ, ഹലോ ചിരിക്കറി ഇവിടെ ഇടണമെന്ന് പുള്ളിയുടെ തൊപ്പി പോലെ ആയിപ്പോയി കറക്റ്റായിട്ട്. ഈ പറഞ്ഞ ഇതേ മാസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അന്ന് രാവിലെ വിഷു ആഘോഷമാണ്, കണി കാണാൻ വേണ്ടി അമ്പലത്തിൽ പോയി. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തീർത്ഥം തരും. അമ്പലത്തിൽ ക്യൂ നിന്ന് തീർത്ഥം മേടിച്ച് മാസ്ക് പൊക്കുന്നതിന് വരെ ഞാൻ വിചാരിച്ച് തീർത്ഥം വെള്ളമല്ലേ, അങ്ങ് തലയിലേക്ക് ഒഴിച്ച് ദൈവമേ രക്ഷിച്ചോണേന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, കണ്ടിരുന്നവർ ഇത് നല്ല ഐഡിയ ആണല്ലോ, മാസ്ക് അടിക്കേണ്ട കാര്യമില്ല, കൊറോണയും വരത്തില്ല. വരുന്നവരൊക്കെ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇവനെൻ്റെ പറയലുണ്ട്, ഇവർ അത്ര സൂചിച്ചില്ല, ഇവൻ ആളായല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവനത് മേടിച്ച് തലയിലൊക്കെ ഒഴിച്ച് അടുത്ത അമ്പലത്തിൽ പോയി. ഇവൻ ചാടിക്കയറി മുമ്പിൽ നിന്ന്, ഈ സീൻ ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ്, ചാടിക്കയറി മുമ്പേ ഇതേപോലെ വാങ്ങിച്ച് തലയിലൊഴിച്ച് ഇപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കുമല്ലോ, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ എവരിത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി. ബാക്കി പുറകിൽ വരുന്നവരൊക്കെ മാസ്ക് അടിക്കുന്നു, ആക്കുന്നു, ഇവനെ നോക്കി ചിരിക്കുന്നു, പോകുന്നു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, വർക്കൗട്ട് ആവേണ്ട സാധനമാണല്ലോ. ഞാനെത്തി തീർത്ഥം മേടിച്ച് അവളെ ഓർത്തെ ഈ പാലും പഴവും തേനൊക്കെ മിക്സ് ചെയ്തിട്ട് ചില അമ്പലങ്ങളിൽ കൊടുക്കും. ഈ സാധനമാണ് അവിടെ തന്നത്. ഇതാണ് അവൻ ഇപ്പുറത്ത് ഒരു പഴത്തിൻ്റെ പീസും പാലിങ്ങനെ തലയിൽ ഇങ്ങനെ ഒഴിച്ചു വന്നിട്ട് ഇങ്ങനെ ആക്കി നിൽക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറെ എന്താണെങ്കിലും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അസുരൻ്റെ സ്വഭാവമാണ്. അസുരൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടനല്ല കേട്ടോ. അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആൾക്കാരാണ്. അവർ ദൈവത്തെ പ്രാർത്ഥിച്ചു കൊണ്ടുവരുമ്പോൾ തപസ്സിരുന്നിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ ദൈവത്തെ പ്രീതിപ്പെടുന്നത്. അങ്ങനെയുള്ള സ്വഭാവം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഒരു പ്രാവശ്യം ഇതുപോലെ കൊറോണയുടെ കേട്ടോ സംഭവം, ഇപ്പോൾ ലേറ്റസ്റ്റ് സംഭവം, കൊറോണയുടെ ബോധവൽക്കരണത്തിന് വേണ്ടി പോലീസുകാർ വരാൻ തുടങ്ങി.
SI പറഞ്ഞ് ഞങ്ങൾ വരാം, ക്ലാസ് എടുത്ത് തരാം, നിങ്ങളൊരു 6-7 പേര് നിന്നാവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, 6-7 പേരിൽ നിൽക്കുക, അതിനെന്താ, ഇവനുണ്ട് കൂടുതൽ. അങ്ങനെ രാവിലെ എല്ലാവരും റെഡിയായി പോലീസിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഇവനിങ്ങനെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ നഖം കടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് പോലീസ് ജീപ്പ് വരുന്നു. ആ പോലീസ് ഓടിക്കോ എന്ന് പറഞ്ഞു. എല്ലാം 4 വാക്കിയോ ഓടുമ്പോൾ എല്ലാവരും ഒരു ക്ലബിൻ്റെ ബാക്കിൽ ഒളിച്ചു നിന്നു. പോലീസുകാർ വന്ന് ചുറ്റും നോക്കി, ആരും കാണുന്നില്ല, അവർ തിരിച്ചു പോയി. പിന്നെ ഇവൻ പുറത്തു വന്നിട്ട് പറയും, ഓ അവർ നമുക്ക് ബോധവൽക്കരണത്തിന് വേണ്ടി വന്നല്ലേ, ഞാനത് വിട്ടുപോയെന്ന്. ഈ പോലീസുകാരെ നമുക്ക് പൊതുവായൊരു സ്വഭാവമുണ്ട് മലയാളികൾക്ക്, ചുമ്മാ പോലീസുകാരെങ്ങ് പേടിക്കും. ബൈക്കിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ പേപ്പറും കാര്യങ്ങളും ഹെൽമെറ്റൊക്കെ ഉണ്ടെങ്കിലും പോലീസ് സൈഡ് വെക്കുമ്പോൾ നൈസായിട്ട് നമ്മൾ ഇങ്ങനെ ചുമ്മാ നോക്കിയിട്ട് പേടിച്ചിട്ടേ പോകത്തുള്ളൂ. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലിങ്ക്, ചില കലിങ്ക് ഇങ്ങനെ ചെരിച്ചാ വാർത്തേക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ റോഡിന്റെ സൈഡിലൊക്കെ ഉള്ള കലിങ്ങിന്റെ മേൽവശം ഇങ്ങനെ ചെരിച്ച്, അത് ആൾക്കാർ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ചെരിച്ച് വാർത്തേക്കുന്നത്, അല്ലാതെ അവർക്ക് ഒരു കാര്യം ഉണ്ടായിട്ടില്ല കഷ്ടപ്പെട്ട് ചെരിച്ച് വാർത്തേക്കുന്നത്. അപ്പം ഞാനൊക്കെ അതിൽ കയറിയിട്ട് ഇങ്ങനെ ഇത്രയും ചെരിഞ്ഞിരിക്കും. അപ്പോൾ വീടിനടുത്തൊരു കലിങ്കിൽ ഞാൻ അതൊരു ഹ്യൂമർ സെൻസ് ഉള്ള പോലീസായിരുന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓടാൻ പറ്റിയില്ല. ഞാൻ അശ്രദ്ധമായിട്ടിരിക്കുമ്പോൾ കുറച്ച് ടക്കേന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നൊരു പോലീസ് ജീപ്പ് നിർത്തിയേക്കുക. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പുള്ളി ഇങ്ങനെ നിർത്തിയിട്ട് ഞാനും SIയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കി ഒരു 4-5 സെക്കൻഡ് ഇരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ SI പതുക്കെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഒതുങ്ങി എന്നോട് ചോദിച്ചു, എങ്ങനെയാ, കയറുവാണോ ഓടുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓടിക്കോളാം സാറേ. എന്നാൽ ഓടിക്കോ എന്ന് ഞാൻ ഇറങ്ങി അങ്ങ് ഓടിക്കളഞ്ഞു. ഇവൻ്റെ ഒരു അതുപോലെ അബദ്ധമുണ്ട്. അതായത് ഇവനെന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് പറയും, ഭയങ്കര സെൻറ്റിയാണ്, നീ ഒന്ന് ക്ലബിൻ്റെ അടുത്ത് പോകുന്നത്. ഞങ്ങളൊക്കെ ക്ലബിൻ്റെ അടുത്ത് പോയി, പക്ഷെ എന്താ കാര്യം, എനിക്ക് ആത്മഹത്യ ചെയ്യണം, എനിക്ക് ജീവിക്കണം, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ കാര്യം, എന്താ വീട്ടിൽ ഭയങ്കര പ്രശ്നം, ഇല്ലാത്ത കാര്യത്തിന് എന്നെ ചുമ്മാ കുറ്റം പറയാം, പണിക്ക് പോകാത്ത ശരിയാണ്, ഇന്നേരം ഇങ്ങനെ കുറ്റം പറയാൻ പാടില്ല, എന്താ കാര്യം പറയാമെന്ന്. അപ്പോൾ അവൻ പറയാം, അച്ഛൻ അവിടെ ഇരുന്ന് ഭയങ്കര വാശി, ഒറ്റ പെങ്ങളേ ഉള്ളൂ, ഒരു പെങ്ങളുടെ കല്യാണമാണ്, നിനക്ക് ഒരു പെങ്ങളല്ലേ ഉള്ളൂ, എനിക്ക് ഒരു മോളല്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻറ്റി. എന്നിട്ട് അവൻ നമ്മുടെ അടുത്ത് പറയാം, ഇങ്ങേർക്ക് ഈ ഒരു മോളുള്ള കാര്യം ഇപ്പോഴാണ് ബോധം വന്നത്, 10-32 കൊല്ലം ഇതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യത്തിലാണ്, ഇത് അന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ. ഇവൻ പറഞ്ഞ് ഭയങ്കര സെൻറ്റി അടിക്കും. നമുക്ക് സമാധാനിക്കും. ഈ വീടിനടുത്ത് ഒരാളുണ്ട്, പുള്ളി ഇതുപോലൊരു ആത്മഹത്യാ ക്രൈസ് ഉള്ള ആളാണ് എൻ്റെ വീടിനടുത്തുള്ളത്. ഇടക്കിടയ്ക്ക് കേൾക്കാം, പുള്ളി ഗോപൻ ആത്മഹത്യ നോക്കിയല്ലോ, പിന്നെയും കൊണ്ടുപോകും. പക്ഷെ ഇവൻ ചാവൂല, അതിവരുടെ ഭയങ്കര അടവ്, ഇതൊരു ഭീഷണിയുടെ അടവായിട്ടാണ് ഇവൻ ചെയ്യുന്നത്. മാത്രമല്ല പുള്ളി പരമ്പരാഗത കള്ളുകൂടിയനാണ്. പരമ്പരാഗത കള്ളുകൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ കുടിച്ചാലും ആരും കാണിക്കാത്ത രീതിയിൽ ഈ കഞ്ഞി പിള്ളേർക്ക് കുടിക്കാനുണ്ടാക്കിയ ചോറെടുത്ത് കളയുക, കലം ചവിട്ടി പൊട്ടിക്കുക, പിള്ളേരുടെ സ്കൂളിൻ്റെ ബുക്കൊക്കെ എടുത്ത് എറിഞ്ഞ് കളയുക, ഇങ്ങനെയൊക്കെ ഉള്ള വളരെ അങ്ങനെയൊക്കെ ഉള്ളൊരു കള്ളുകൂടി. സിനിമയിലൊക്കെ മാത്രം, ഇപ്പോൾ സിനിമയിൽ പോലും ഇല്ല അങ്ങനത്തെ കള്ളുകൂടിയന്മാർ, അങ്ങനത്തെ കള്ളുകൂടിയാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം കിണറ്റി വീണു എന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ പുള്ളി ആത്മഹത്യ ചെയ്തതാണോ എന്താ ചാടി എന്തിനാ ചാടി നടത്തില്ലെന്ന് ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി കിണറ്റി വീണിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഈ പുള്ളിയുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാര്യ കോരി വെച്ച വെള്ളം എടുത്ത് തിരിച്ച് കിണറ്റിലേക്ക് ഒഴിച്ചു കളയും. അതാ പുള്ളിയുടെ മെയിൻ ഐറ്റം. വലിയ ചെരുവത്തിൽ കോരി വെച്ച വെള്ളം ഉണ്ടാവില്ല, ഇതെടുത്ത് കിണറ്റിലേക്ക് ഒഴിക്കുന്ന ആളാണ് പുള്ളി. അപ്പോൾ പുള്ളി പോയിട്ടുണ്ട്, ചെരുവം കാണാനില്ല. അങ്ങനെ എന്താ അന്വേഷിച്ചപ്പോൾ എന്ന് വെച്ചാൽ പുള്ളി കോരി വെച്ച ഒരു ചെരുവം വെള്ളം എടുത്ത് തിരിച്ച് കിണറ്റിലേക്ക് ഇട്ടതാ. പക്ഷെ പുള്ളി പിടിവിടുന്നതിൻ്റെ ടൈമിങ് പോയി, ആ ചെരുവത്തിൻ്റെ കൂടെ പുള്ളിയും കൂടെ കിണറ്റിൽ പോയതാ. എന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തിനെ കയറ് കെട്ടി ഇറക്കി. പിന്നെ താഴെ നിന്ന് എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നത്. ഞാൻ കിണറ്റിനകത്ത് ഇരുട്ടാ, ഒന്നും കാണാൻ പോയി. കയറി പോയവനായിട്ട് കയറൊക്കെ കുലുങ്ങുന്നുണ്ട്, ഈ ചൂണ്ട കൊത്തിയ പോലെ. കുറച്ച് കഴിഞ്ഞിട്ട് വലിച്ചോ എന്ന് തിരിച്ച് മോളി വന്നപ്പോൾ ഇറങ്ങിയ ആൾ മാത്രം ഒറ്റയ്ക്ക് കയറി വന്നേക്കോ, ഇവിടെ ഇച്ചിരി ചോരയുണ്ട്. ഞാൻ എന്തായി, അങ്ങ് അവിടെ കിടന്ന് ചാവട്ടെ. ഞാൻ എന്തു പറ്റി? കിണറ്റിൻ്റെ അടിയിൽ ചെന്നപ്പോൾ അവനെ അമ്മയ്ക്ക് വിളിച്ചെന്ന്. രക്ഷിക്കാൻ ചെന്ന ആളെ കിണറ്റിൻ്റെ അടിയിൽ നിന്ന് അമ്മയ്ക്ക് വിളിച്ചിട്ട് കിണറ്റിൽ തന്നെ കിടക്കുക ഈ പുള്ളി ചാകാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഒരു സ്വഭാവമുള്ളവർ ഇവന് മെഷീൻസിലൊക്കെ പേടിയാണ്. ഏത് ഇലക്ട്രോണിക്സ് സാധനമായാലും പേടിയാണ്, കറണ്ടിന് വരെ പേടിയെന്ന് പറഞ്ഞാൽ സംശയമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 6 മണിക്ക് കളിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. 6 മണിക്ക് കളിക്കാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ 5:30 അലാറം വെച്ച് റെഡിയായി പോകും. ഇവ 5 മണിക്ക് അലാറം വയ്ക്കും. അതിലും ഭീകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അലാറാമിന് അവന് സംശയമാണ്, ഇത് അടിക്കോ ഇല്ലയോ എന്ന് പറയാൻ 4:30 എഴുന്നേറ്റ് കാത്തിരിക്കുക 5 മണി വരെ. എന്നിട്ട് ആ 5 മണി അലാറം അടിച്ചതിന് ശേഷം ഇറങ്ങത്തുള്ളൂ. ഇവൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, നമുക്കിവൻ്റെ കല്യാണം നടത്തണം, നീ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് നോക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛൻ. ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്തു. ഇവൻ ചുമ്മാ മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. ഇവനെ കെട്ടിക്കാൻ നടക്കുക ഇവൻ്റെ അച്ഛൻ. എനിക്ക് എത്ര ആലോചിച്ചിട്ടും സംഭവം കിട്ടും. ഞാൻ അപ്പം തന്നെ അവനെ വിളിച്ചു, എടാ നിന്നെ കെട്ടിക്കാൻ നടത്താണല്ലോ എന്ന് പറഞ്ഞു. ആടാ എന്താ കാര്യം എന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, രാവിലെ ഒരു ദിവസം ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുക,
അച്ഛനും അമ്മയും അനിയത്തി എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് സെൽഫി എടുത്ത് അച്ഛൻ പറഞ്ഞു ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തത്. മലയാളിക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, ആരെങ്കിലും ഫോട്ടോ നോക്കാൻ വേണ്ടി ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗാലറി മൊത്തം അരിച്ച് പേർക്ക് തിരിച്ചു കൊടുക്കത്തുള്ളൂ. അവൻ്റെ അച്ഛൻ അതൊക്കെ തന്നെ ചെയ്തുള്ളൂ. ഇനി കല്യാണം കഴിപ്പിക്കാൻ മാത്രം അതിനകത്ത് എന്തുണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല. അവൻ അത്രേ പറഞ്ഞുള്ളൂ എൻ്റെ അടുത്ത്. ഇഷ്ടംപോലെ കടം മേടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും കടം. ഇപ്പോൾ ഈ മുമ്പൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വഴിയാ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇപ്പോൾ അവൻ്റെ പ്രത്യേക പരിപാടി വെച്ചാൽ കടം മേടിച്ചവൻ വരുമ്പോഴേ ദൂരെ നിന്നിട്ട് ആളെ വരുന്നതാണ് അടുത്തെത്താറാകുമ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ സംഭവം മനസ്സിലായി. പിന്നെയും കുറച്ചടുത്ത് വരുമ്പോൾ ആയിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടി അടുത്ത് വരുമ്പോൾ ഇവരവിടെ നിന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം വേറെ തിരിച്ചു. കൊറോണക്ക് സിഗ്നൽ കൊടുക്കാണ് തുമ്മിയിട്ട്. ഇനി ബാക്കി ഇവന് ബാംഗ്ലൂർ പോയൊരു കഥയുണ്ട്. അല്ല വേണ്ട, ബാംഗ്ലൂർ പോയ കഥ ഞാൻ പിന്നെ പറയാം. ഞാൻ പിന്നെ പറയാം, ബാംഗ്ലൂർ പോയ കഥ പിന്നെ പറയാം. അല്ല സത്യമായിട്ടും പിന്നെ പറയാം. എൻ്റെ കൗണ്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ബാംഗ്ലൂർ പോയ കഥ ഇനിയിപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കണം. ഇപ്പൊ മെഷീനെ പേടിയുള്ള ആളെന്ന് പറഞ്ഞല്ലോ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളി നല്ല സിഗരറ്റ് വലിയക്കാരനാണ്. പക്ഷെ നമ്മൾ ഈ തീപ്പെട്ടി കത്തിക്കുമ്പം അതിൻ്റെ ആദ്യ കരിമരുന്നൊന്നും ആളി കത്തുമല്ലോ. നീ കത്തിയിട്ടാണല്ലോ പിന്നെ അത് മര്യാദയ്ക്ക് കത്തുന്നത്. ആ കരിമരുന്ന് ആളി കത്തുന്നത് ഈ പുള്ളിക്ക് പേടിയാണ്. ബാക്കിയൊന്നും പുള്ളിക്ക് ഒരു പേടിയില്ല. അപ്പോൾ ജംഗ്ഷനിലൊക്കെ നിന്നിട്ട് പതുക്കെ സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചിട്ട് തീപ്പെട്ടി കമ്പ് എടുത്തിട്ട് കൂളായിട്ടിരിക്കും. അത് കത്തുമ്പോൾ മാത്രം ഓരോ ഒച്ചപ്പാടും ബഹളവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം പേടിച്ചു പോകും. ഒരിക്കൽ ദുബായിലാണല്ലോ അനീഷ, നമ്മൾ പറഞ്ഞ ഒരു ദുബായ് കഥയാണ്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരാൾ ആദ്യമായിട്ട് കയറുന്ന യാത്രക്കാർ, ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്ക് എപ്പോഴും ഫ്ലൈറ്റ് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ പുള്ളി കയറി. അപ്പോൾ പുള്ളിക്ക് ഈ നടുക്കത്തെ ഇപ്പുറത്തെ ഇങ്ങറ്റത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾ കയറി അപ്പം തന്നെ ബുക്ക് തുറന്ന് വായിക്കുക, അല്ലെങ്കിൽ ഈ ഇന്നത് ഉപയോഗിക്കേണ്ടതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടതാന്നുള്ള ഒരാൾ ഇപ്പുറത്തിരിപ്പുണ്ട്, അങ്ങറ്റത്തിരിപ്പുണ്ട്. അപ്പോൾ ഇയാൾ കയറി കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ പുറം കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എയർപോർട്ടിൽ വെച്ച് തന്നെ പുള്ളി ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇയാൾ ചോദിച്ചു എന്തായി? പറഞ്ഞ എനിക്ക് അന്ന് അവിടെ ഇരിക്കാൻ പറ്റുമോ, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിനെന്താ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അപ്പുറത്തിരുന്നു, ഇപ്പുറത്തിരുത്തി കൊടുത്തു. പുള്ളിക്ക് അങ്ങ് സന്തോഷമായി. പുള്ളി പിന്നെ ഇങ്ങനെ അകത്ത് നോക്കും, ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കും, ഇങ്ങനെ നോക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഫ്ലൈറ്റൊക്കെ അനങ്ങി ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്തായി എന്ന് ചോദിച്ചു. ഈ എനിക്ക് മുന്നേ ഫ്ലൈറ്റിൽ കയറിയവരൊക്കെ പറഞ്ഞ കാര്യം ഭയങ്കര സത്യം കേട്ടോ. എന്താ? ഈ മോളിൽ നോക്കിയാലേ വാഹനങ്ങളൊക്കെ ഉറുമ്പിനെ പോലെ കാണുള്ളൂ. എന്തോരം വാഹനങ്ങളാണ് താഴെ കൂടെ പോകുന്നത്, ഉറുമ്പ് പോലെയാണ് പോകുന്നത്, കണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പുറത്തിരുന്ന ആൾ ഇങ്ങനെ നോക്കിയിട്ട് അത് ഉറുമ്പ് തന്നെ, ഫ്ലൈറ്റ് പൊങ്ങിയിട്ടില്ല, റൺവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പഠിപ്പിച്ചിട്ടാണ്. അവന് നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അവൻ ദുബായിക്ക് പോയപ്പോൾ ഈ ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് വന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയും. നിങ്ങൾ ഈ ജാക്കറ്റ് വേണം, ഫ്ലൈറ്റ് കടലിലോ മറ്റോ വീണ് കഴിഞ്ഞാൽ ജാക്കറ്റിയുടെ ഓക്സിജൻ വെക്കാനുള്ളതായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സൈലൻ്റ് ആയിക്കുമ്പോൾ ഇവൻ എഴുന്നേറ്റിട്ട് മാഡം സപ്പോസ് ഇത് പൊളിഞ്ഞ് മരുഭൂമിയിലോ മറ്റു വീഴുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവ എഴുന്നേറ്റിട്ട് മാഡത്തോട് ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത് നോക്കി വയ്ക്കുക. ഒരുത്തനെ ബൈക്കിൻ്റെ ഹാൻഡിലിൽ ഈ കണ്ണാടി ഉണ്ടല്ലോ സൈഡിലോട്ട് ബാക്ക് കാണാനുള്ള റിയർ വ്യൂ മിറർ, അതിൽ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ബൈക്ക് ഓടിച്ചിങ്ങനെ പോവുക. അപ്പോൾ പോലീസ് കൈ കാണിച്ച് നിർത്തി. പേരുമ്മ എന്താന്ന് ചോദിച്ചു. ഒന്നുമല്ല, ഹെൽമെറ്റ് എന്നാ തല വയ്ക്കാത്ത? അത് സാറേ വെച്ചില്ല, അത് വയ്ക്കാൻ. ഹെൽമെറ്റ് താൻ ഈ കണ്ണാടിയിലാണോ തൂക്കിയിടുന്നത്? എന്നാടോ എന്താ താൻ ഈ ഹെൽമെറ്റ് ഈ കണ്ണാടി തൂക്കിയിട്ടേക്കുന്നത്? സാറേ വല്ല അപകടം ഉണ്ടാവണേ പെട്ടെന്നെടുത്ത് തലേ വയ്ക്കാനാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു, എല്ലാ തമാശകളും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ബേസിക്കലി യു ആർ എ വെരി ഗുഡ് പെർഫോമർ. അതിനൊരു വലിയ കൈയടി. കീപ് അപ്പ് ദ ഗുഡ് വർക്ക് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനിയും പറഞ്ഞു വേദി. ഓൾ ദി ബെസ്റ്റ്.